ഭൂമിയിടപാടിലെ വിൽപ്പന കരാർ ലംഘിച്ചതിനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി വ്യവസ്ഥകളോടെ ജപ്തി ചെയ്തത്. പേരൂർക്കടയിലുള്ള 10.8 സെന്റ് വസ്തുവാണ് ജപ്തി ചെയ്തത്. വിൽപ്പനയ്ക്ക് ശ്രമിച്ച ഭൂമി ബാങ്കിൽ ഈടുവെച്ച് 26 ലക്ഷം രൂപ വായ്പയെടുത്ത കാര്യം മറച്ചുവെച്ചെന്നാണ് പരാതി. അഡ്വാൻസ് തുക മടക്കി ആവശ്യപ്പെട്ടിട്ടും കിട്ടാഞ്ഞതിനെ തുടർന്നാണ് DGPക്കും ഭാര്യയ്ക്കുമെതിരെ പരാതിക്കാരൻ കോടതിയിൽ പോയത്. 2023 ജൂണിലാണ് ഭൂമിയിടപാട് നടന്നത്. 74 ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് അഡ്വാൻസായി 30 ലക്ഷം രൂപ നൽകിയാണ് കരാർ എഴുതിയത്. ഈ തുകയിൽ 5 ലക്ഷം രൂപ DGPയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് കൈമാറിയതെന്ന് ഉമർ ഷെരീഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ 5 ലക്ഷം രൂപ ക്യാഷായി വേണമെന്ന് പറഞ്ഞു. ആ ക്യാഷ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചേംബറിലാണ് കൊടുക്കുന്നത്. അന്ന് തന്നെ ഈ രണ്ടാമത് കൊടുത്ത 10ഉം ഈ 5 15 ലക്ഷം രൂപ അദ്ദേഹം തന്നെ ഒറിജിനൽ അഗ്രിമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ റിസീവ് ചെയ്ത് ടോട്ടൽ 30 ലാക്സ് എന്ന് എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഔദ്യോഗിക ഓഫീസിൽ സ്വകാര്യ പണമിടപാട് നടത്തിയത് ചട്ടലംഘനമാണ്. ഇതും DGPക്ക് കുരുക്കാവും. ഭൂമിക്ക് ബാങ്ക് ബാധ്യതയുള്ള കാര്യം DGP മറച്ചുവെച്ചുവെന്ന് ഷെരീഫ്. അറിഞ്ഞിരുന്നില്ല, കൃത്യമായിട്ട് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലയബിലിറ്റി ഇല്ലാന്ന്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ടു പറഞ്ഞു. എന്നിട്ടും ഫലമുണ്ടായില്ല. തുടർന്നാണ് കോടതിയിൽ പോയി പണം തിരിച്ചു നൽകും വരെ ഭൂമി ജപ്തി ചെയ്യാനുള്ള അനുകൂല വിധി സമ്പാദിച്ചത്. എൻ്റെ പണം തിരിച്ചു കിട്ടിയാൽ ഞാൻ കേസിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ബാധ്യത. കാരണം പണമാണ്, നമുക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വഴി സ്വീകരിച്ചത്. എന്നാൽ ഭൂമിയിടപാടിൽ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് DGPയുടെ വിശദീകരണം. വായ്പ എടുത്ത കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു. കരാർ എഴുതി 3 മാസമായിട്ടും ശേഷിച്ച പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നുവെന്നും DGP പറയുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.